നമസ്കാരം. നമസ്തേ. UAE ഇന്ത്യയുടെ കയ്യിൽ നിന്നും പ്രതിരോധ ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, UAE കാലാകാലങ്ങളായി വാങ്ങുന്നത് ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ അടുത്ത് നിന്നാണ്. ഇപ്പം അമേരിക്ക, ഇറ്റലി, ഫ്രാൻസ് പോലത്തെ പല രാജ്യങ്ങളിൽ നിന്നാണ് UAE സാധാരണയായിട്ട് ആയുധങ്ങൾ വാങ്ങാറുള്ളത്. പക്ഷേ ഇപ്പോൾ UAEക്ക് നമുക്കറിയാം, ഒരേ സമയം ഇന്ത്യയുമായിട്ടും അതേസമയം തന്നെ പാകിസ്ഥാനുമായിട്ടും ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് UAE. ഇപ്പം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ആകാശ് ബ്രഹ്മോസ് പോലത്തെ മിസൈലുകൾ വാങ്ങാനുള്ള ചർച്ചകളുമായിട്ട് UAE മുമ്പോട്ട് വരുന്നുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? എന്തുകൊണ്ടായിരിക്കാം അമേരിക്കയുടെ ആയുധങ്ങൾ UAE ഒഴിവാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം? ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ആണ് ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസും ആകാശ് മിസൈലും വാങ്ങാനായി UAE ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്, അതിനുശേഷം പിന്നീട് ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കം നടന്നത് എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. അപ്പോ നിശ്ചയമായിട്ടും ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ UAEക്ക് നേരെ ഉണ്ടായ ആക്രമണം, അതായത് UAEയിലുള്ള അമേരിക്കയുടെ പ്രതിരോധ അമേരിക്കൻ വ്യോമസേനയുടെ താവളങ്ങൾക്ക് നേരെയും അതുപോലെ അമേരിക്കൻ നേവിയുടെ താവളങ്ങൾക്ക് നേരെ ബഹ്റൈനിലും മറ്റ് അമേരിക്കൻ സൈനിക താവളങ്ങൾ ഗൾഫിലുടനീളമുള്ള എല്ലാ താവളങ്ങൾക്ക് നേരെയും ഇറാന്റെ ആക്രമണം നടന്നു. അതൊക്കെ പ്രതിരോധിക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അപ്പോ അമേരിക്കയുമായിട്ട് മാത്രം ഒരു പ്രതിരോധ കരാർ ഉൾപ്പെടുകയും അമേരിക്കയുടെ ആയുധങ്ങളെ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നത് ബുദ്ധിയല്ല എന്നൊരു തോന്നല് ഗൾഫ് രാജ്യങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. റോയിട്ടേഴ്സിന്റെ തന്നെ റിപ്പോർട്ടിൽ ഉള്ള പ്രകാരം UAEയുടെ മൊത്തം ആയുധ ഇറക്കുമതിയിൽ ഏതാണ്ട് 56% അമേരിക്കയിൽ നിന്നും, 14% ഇറ്റലിയിൽ നിന്നും, 12-13% ഫ്രാൻസിൽ നിന്നും ഒക്കെയാണ്. പിന്നീട് മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ കുറച്ച് വാങ്ങിക്കുന്നുണ്ട്. മുഖ്യമായിട്ടും അമേരിക്കൻ ആയുധങ്ങളാണ് UAE മാത്രമല്ല മുഴുവൻ ഗൾഫും ഉപയോഗിക്കുന്നത്. അമേരിക്കയുമായിട്ട് പ്രതിരോധ കരാറുണ്ടെന്ന് മാത്രമല്ല, അമേരിക്കൻ സൈനിക താവളങ്ങൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ട്. GCCയിൽപ്പെട്ട 6 രാജ്യങ്ങളിലുമുണ്ട്. അവര് കരുതിയിരുന്നത് അമേരിക്കയുടെ സൈനിക താവളം വന്നാല് ആ അമേരിക്കയുടെ സൈനിക താവളം അവിടെ ഉള്ളത് കൊണ്ട് മറ്റു രാജ്യങ്ങൾ ഈ ഗൾഫിനെ ആക്രമിക്കില്ല എന്നുള്ളതാണ്. അതൊരു മിഥ്യാധാരണയാണ് എന്ന് ഇറാൻ യുദ്ധം തെളിയിച്ചു. മാത്രമല്ല, അമേരിക്കയ്ക്ക് സ്വന്തം താവളങ്ങളെ രക്ഷിക്കാൻ പോലും കഴിഞ്ഞില്ല, പിന്നല്ലേ ബാക്കിയുള്ളവരെ. അപ്പോൾ ഇതാണ് ഇതിനകത്തിലെ ഒരു പ്രഥമമായിട്ടുള്ള കാരണം. അതൊന്നാമത്തെ കാരണം. രണ്ടാമത്തെ വിഷയം, അമേരിക്കയുടെ ഇപ്പം UAEക്ക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കാര്യം നമ്മൾ എടുക്കാം, അത് പരിശോധിക്കാം. 12 പേട്രിയോട്ട് മിസൈൽ പ്രതിരോധ ബാറ്ററികൾ എന്ന് പറയും, അതായത് യൂണിറ്റുകൾ, 12 യൂണിറ്റുകളാണ് പേട്രിയോട്ട് യൂണിറ്റുകൾ. അതുപോലെ 2 താഡ് യൂണിറ്റുകൾ. ഇതാണ് മിസൈൽ അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ട് UAEയുടെ കൈവശമുള്ളത്. ഈ പാട്രിയോട്ട് സിസ്റ്റം വിമാനങ്ങള്, ഹെലികോപ്റ്ററുകള്, ഡ്രോണുകള് ഇതിനെയൊക്കെ പ്രതിരോധിക്കാനും, താഡ് സിസ്റ്റം ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുമാണ്. പേട്രിയോട്ട് ആണ് സങ്കല്പം, അതായത് പിന്നെ യഥാർത്ഥ ലക്ഷ്യം അനുസരിച്ച് പേട്രിയോട്ട് ആയിരിക്കും ക്രൂയിസ് മിസൈലുകളെയും അതുപോലെ തന്നെ ഈ ഡ്രോണുകളെയും ഒക്കെ പ്രതിരോധിക്കേണ്ടത്. പക്ഷേ ഇതൊക്കെ തന്നെ പരാജയപ്പെട്ടു. അത് UAEക്ക് ഒരു ഞെട്ടലാണ്. UAEക്ക് മാത്രമല്ല, മുഴുവൻ ഗൾഫിനും ഒരു ഞെട്ടലാണ്. എന്തുകൊണ്ടാണ് ഇത് പരാജയപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് അവിടെ പഠനം നടക്കുന്നുണ്ട്. കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു നല്ല രീതിയിൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഗൾഫിലെ ഒരു രാജ്യത്തിനും ഇല്ല എന്നുള്ളതാണ്. ഈ യൂണിറ്റുകളൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ബ്രോഡായിട്ടുള്ള ഒരു കോർഡിനേഷൻ ഇത് തമ്മിലുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു കോർഡിനേഷൻ അവിടെ ഇല്ല. ഈ കോർഡിനേഷന്റെ അഭാവമാണ് സെൻട്രലൈസ്ഡ് ആയിട്ട് സെൻസറുകളിൽ നിന്നും റഡാറിൽ നിന്നും അതുപോലെ അവാക്സ് വിമാനങ്ങളുടെ എയർബോൺ ഏർലി വാർണിംഗ് സിസ്റ്റങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പുകളെ
സിങ്ക് ചെയ്ത് ഒരുമിപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിച്ചല്ല അവർ പ്രതിരോധം നടത്തിയത്. ഇത് ഒരു ഗുരുതരമായ വീഴ്ചയായിട്ടാണ് അവർ കാണുന്നത്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ നിന്നും ആകാശ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം, ആകാശ് തീർ എന്നാണ് അതിന്റെ മുഴുവൻ പേര്, ആകാശ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന അതിനാണ്. അതായത് ആകാശിനൊപ്പം തന്നെ ഇന്ത്യ അവിടെ ഒരു ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവും സ്ഥാപിക്കും. അമേരിക്കയുടെ ആയുധങ്ങൾ ഒഴിവാക്കുകയല്ല, അമേരിക്കൻ ആയുധങ്ങൾ ഇതുമായിട്ട് സംയോജിപ്പിക്കും, ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇതൊരു മൊത്തം ഒരു നെറ്റ്വർക്കായിട്ട് അമേരിക്കൻ ആയുധങ്ങളുടെ ചില പഴുതുകൾ അവശേഷിപ്പിക്കുന്നുണ്ട്. ഈ പഴുതുകൾ അടയ്ക്കാനായിട്ടായിരിക്കും ഈ ആകാശ് സിസ്റ്റത്തിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ള, അങ്ങനെയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഈ ചർച്ചകൾ മുന്നോട്ട് പോകുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ ബ്രഹ്മോസ് എന്ന മിസൈൽ എന്തായാലും UAE കുറച്ചു നാളായിട്ട് അതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് പ്രതിരോധ സംവിധാനമല്ല, ആക്രമണ സംവിധാനം എന്നുള്ള നിലയ്ക്കാണ്. ബ്രഹ്മോസ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, ഫിലിപ്പൈൻസ് അത് വാങ്ങിച്ചു കഴിഞ്ഞു. വിയറ്റ്നാം കരാറ് ഇപ്പോൾ വിയറ്റ്നാമുമായിട്ടുള്ള കരാർ ഉടനെ ഫൈനലൈസ് ചെയ്യും. ഇന്തോനേഷ്യ ആയിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സുഹൃത്ത് രാഷ്ട്രങ്ങൾക്ക് അല്ലാത്ത ഒരു രാഷ്ട്രത്തിന് ഇന്ത്യ അത് വിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രഹ്മോസ് UAEക്ക് വിൽക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഫവസ് ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യയെ പോലെ തന്നെ പാകിസ്ഥാനുമായിട്ടും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് UAE. നാളെ ഒരു സാഹചര്യത്തിൽ ഈ മിസൈൽ, പാകിസ്ഥാന് ഈ മിസൈലിനെ കുറിച്ചുള്ള സാങ്കേതിക വിദ്യയും ഇതിന്റെ മറ്റു പ്രധാനപ്പെട്ട പ്രൊപ്പല്ലന്റ് ടെക്നോളജി, അതുപോലെ തന്നെ റഡാർ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, അങ്ങനെയൊക്കെയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, പിന്നെ ആന്റി ജാമിങ്, ആന്റി സ്പൂഫിംഗ് സിസ്റ്റംസ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തപ്പെടുമോ എന്ന് സ്വാഭാവികമായിട്ടും ഒരാശങ്ക ഉണ്ടാകുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ പോലും ഏറ്റവും ഒടുവിൽ ഇന്ത്യയും UAEയും തമ്മിൽ ഒരു സ്ട്രാറ്റജിക് ഡിഫൻസ് ഡീല് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇത്തരം വിവരങ്ങൾ വേണ്ട രീതിയിൽ സംരക്ഷണം ഉണ്ടാകും. ഇത്തരം ഒരു കാരണവശാലും ഇത്തരം ഒരു മിസൈൽ ചെയ്യത്തില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിലേ തീർച്ചയായിട്ടും ഇത്തരം ഒരു കച്ചവടം നടക്കാനിടയും. പിന്നെ മറ്റൊരു വിഷയം ഇതിനകത്തിൽ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നിരിക്കുന്നത്, ഈ താഡിന്റെ ഭാഗമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ പേട്രിയോട്ടിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഉള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾ അതീവ ചെലവേറിയാണ്. ഇപ്പൊ താഡ് മിസൈലിലെ ഒരു ഇന്റർസെപ്റ്റർ ഭാഗമായിട്ടുള്ള ഒരു ഇന്റർസെപ്റ്റർ മിസൈലിന്റെ ചെലവ് അല്ലെങ്കിൽ അതിന്റെ വില ഏറ്റവും കുറഞ്ഞത് ഒരു $3 മില്യൺ ആണ്. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ, ഇറാന്റെ പല ഡ്രോണുകൾക്കും അതിന്റെ വില പരമാവധി ഒരു $40,000. അപ്പൊ $40,000 വിലയുള്ള ഒരു ഡ്രോണിനെ തകർക്കാനായിട്ട് 2 മില്യൺ, അതായത് $20 ലക്ഷം ഉള്ള ഏറ്റവും കുറഞ്ഞത് 40 ലക്ഷം വരെ ആകാതെ $2 തൊട്ട് $4 മില്യൺ വരെ ചെലവ് വരുന്ന ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ അയക്കുക എന്ന് പറഞ്ഞാല് അതൊരു മണ്ടത്തരമാണ്. എലിയെ തോപ്പിക്കാൻ ഇല്ലം ചുടുന്നു എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു മണ്ടത്തരമാണ്. കാരണം ഈ ഡ്രോണുകളെ പരാജയപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഈ രാജ്യം കുത്തുപാളയെടുക്കും സാമ്പത്തികമായിട്ട്. അപ്പോ ആധുനിക യുദ്ധങ്ങളെല്ലാം തന്നെ ആ യുദ്ധത്തിന്റെ സമ്പദ് ഘടനയുണ്ട്, അതുകൂടെ കണക്കിലെടുത്താണ് യുദ്ധത്തിന്റെ ഇക്കോണമി, അതുകൂടെ നോക്കിയിട്ടാണ്. ആ ഇക്കോണമി ഇത് വയബിൾ അല്ല. താടും അതുപോലെ തന്നെ പേട്രിയോട്ടും ഒക്കെ ഉപയോഗിച്ച് ഈ 20,000-ഉം 15,000 ഒക്കെ മാത്രം ചെലവ് വരുന്ന ഒരു ഡ്രോണിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് അത് അധികകാലം നടക്കുന്ന കാര്യമല്ല. അപ്പൊ യഥാർത്ഥത്തിൽ സാമ്പത്തികമായിട്ട് സ്വയം തകരുകയായിരിക്കും അതിന്റെ ഫലം. അതും UAE തിരിച്ചറിയും. UAE മാത്രമല്ല, എല്ലാ ഗൾഫ് രാജ്യങ്ങളും തിരിച്ചറിയും. ഇനി മറ്റൊരു വിഷയം, അമേരിക്കയ്ക്ക് പെട്ടെന്നുണ്ടായ അമ്മ്യൂണിഷന്റെ ഷോർട്ടേജാണ്. അമേരിക്കൻ ആയുധങ്ങളെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം, അമേരിക്കയുടെ ഉൽപാദനം, അമേരിക്ക ലോകം മുഴുവൻ സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ഓരോ രാജ്യത്തിനും ഒരു നിശ്ചിത കൊട്ടയുണ്ട്, അപ്പുറത്തേക്ക് അമേരിക്കയ്ക്ക് ഉൽപാദനമില്ല. ഈ അമ്മ്യൂണിഷന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വലിയ ഷോർട്ടേജ് അമേരിക്ക സ്വയം നേരിട്ടും പിന്നല്ലേ UAEക്ക് കൊടുക്കുന്നത്. അപ്പോ ഒരു നിശ്ചിത എണ്ണം മിസൈലുകളാണെങ്കിൽ മാത്രമേ ഒരു വർഷം അമേരിക്ക സപ്ലൈ ചെയ്യുകയുള്ളൂ. അപ്പൊ ഒരു യുദ്ധത്തില് രണ്ടു കൂട്ടരും ഒരു നിശ്ചിത നമ്പർ ആയുധം വെച്ച് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുമെന്ന്
നിയമമൊന്നുമില്ലല്ലോ. യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആയുധം കൈവശമുള്ളവൻ വിജയിക്കും. അപ്പൊ അമ്മ്യൂണിഷന്റെ ഷോർട്ടേജ് ആണ് ഞങ്ങളെ ഇപ്പം, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് മിസൈൽ അയക്കരുതെന്ന് ഇറാനോട് പറയാൻ പറ്റില്ല. ഇതൊക്കെ പെട്ടെന്ന് UAE ഇതിന്റെ പ്രായോഗിക വശം തിരിച്ചറിയുന്നു. ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ ആ യുദ്ധം യഥാർത്ഥത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ സിമുലേഷനിൽ നമ്മൾ യുദ്ധം ചെയ്തിട്ടുണ്ടാകും. പക്ഷെ പ്രായോഗികമായിട്ട് വരുന്ന യുദ്ധത്തിൽ കമ്പ്യൂട്ടർ സിമുലേഷനിലെ യുദ്ധവുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ ഒരു തിരിച്ചറിവ് ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അവര് US സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയിൽ നിന്ന് മാറിയിട്ട് മൾട്ടി പോളാർ ഫോറിൻ പോളിസിയിലേക്ക് വിവിധ രാജ്യങ്ങളെ ആയിട്ട് ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ഫോറിൻ പോളിസിയിലേക്ക് അവർ മാറുകയാണ്. പിന്നെ മറ്റൊരു വിഷയം, ഈ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങിക്കാൻ പണ്ട് പല ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യ അത്ര ഒരു ബഹുമാനത്തോടെ അല്ല ലോകം കണ്ടിരുന്നത്. അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഇന്ത്യയുടെ കയ്യിൽ നിന്നും പിന്നെ സാധാരണ ഇന്ത്യയെക്കുറിച്ചുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ ചിത്രീകരിക്കുമ്പോൾ റോഡിലെ ഭിക്ഷക്കാരും അല്ലെ പാമ്പാട്ടികളും അതൊരു സ്ഥിരം ജാർഗണാണ്. റോഡിലൂടെ ആന പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു പിക്ചറാണ്. അപ്പൊ ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ കയ്യിൽ അങ്ങനെ ആയുധമൊന്നും കാണത്തില്ല, അവർ ചുമ്മാ പറയുന്നതായിരിക്കും എന്നുള്ള ഒരു ഇമേജാണ് ഇന്ത്യയെ കുറിച്ച് നിലനിന്നത്. പക്ഷെ ഇപ്പോഴ് പാശ്ചാത്യ ലോകത്തിന്റെ യൂറോപ്പിന്റെയും ഗൾഫിന്റെയും ഒക്കെ ധാരണ മാറിയതിന്റെ ഒരു കാരണം ഇസ്രായേൽ ഇന്ത്യയിൽ നിന്നും വലിയ തോതിൽ ആയുധം വാങ്ങിക്കുന്നത് കൊണ്ടാണ്. അതായത് ലോകത്തിലെ ഏറ്റവും പെർഫെക്ഷൻ ആയിട്ട് ആയുധം ഉപയോഗിക്കുന്ന രാജ്യം ഇസ്രായേൽ. അമേരിക്ക ആയിരിക്കും ഏറ്റവും വലിയ ശക്തി. അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു കാര്യം ഇപ്പൊ ഈ ഇറാൻ യുദ്ധത്തിൽ നോക്കിയാൽ അമേരിക്കയുടെ 40 ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും അടക്കം 40-ലധികം 50ഓളം ആകാശയാനങ്ങൾ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ. പക്ഷെ ഇസ്രായേലിന്റെ ഒരു വിമാനം പോലും ഇറാൻ വെടിവെച്ചിട്ടില്ല. അപ്പൊ രണ്ടും രണ്ട് രാജ്യങ്ങൾ ഇപ്പൊ ഇസ്രായേൽ ഉപയോഗിക്കുന്നതും അമേരിക്ക അമേരിക്ക നിർമ്മിക്കുന്ന ആയുധങ്ങൾ വിമാനങ്ങളാണ്. F-35 ഇസ്രായേലിനും ഉണ്ട്, അമേരിക്കയ്ക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ കൈവശമുള്ള F-35 മെച്ചപ്പെട്ട F-35 ലൈറ്റനിങ് ആണ് അമേരിക്കയുടെ കൈവശമുള്ളത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ആയുധം ഉള്ളതുകൊണ്ട് മാത്രമായില്ല. അത് ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ ഉണ്ട്. ഈ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ, അതുപോലെ പ്രിസിഷൻ മ്യൂണീഷൻ, അതുപോലെ ഗൈഡഡ് വെപ്പൺസ്, ഇതൊക്കെ ഇസ്രായേല് പെർഫെക്ഷനിൽ എത്തിയ ഒരു രാജ്യമാണ്. അതാണ് അവരുടെ പിടിച്ചു നിൽക്കാനുള്ള അവരുടെ ഏറ്റവും വലിയ ആയുധം. ഇങ്ങനെയുള്ള ഇസ്രായേല് ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കുന്നു എന്നത് പല ലോകരാജ്യങ്ങൾക്കും ഒരു പുതിയ ഒരു അറിവാണ്. അതായത് ഇസ്രായേലിന്റെ മൊത്തം ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ ഇസ്രായേൽ ആയുധങ്ങൾ വാങ്ങിച്ചിരിക്കുന്നതില് അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിരിക്കുന്നത്, 42%. അതിനുശേഷം ഇന്ത്യയിൽ നിന്നാണ് 26%. പല കമ്പനി ഒരുപക്ഷെ ഇസ്രായേലിന്റെ സഹായത്തോടു കൂടി തന്നെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങളായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും അത് കാണിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ടെക്നോളജി നമുക്ക് കൈവശം വന്നാൽ അത് ഉപയോഗിച്ച് കൃത്യതയോടെ ആയുധം നിർമ്മിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. ഇതാണ് പലരെയും പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചത്. അതായത് ഒന്നാമത് വിലക്കുറവ്. അമേരിക്കൻ ആയുധങ്ങളുടെ ഒരു 1/3 വിലയെ വരുള്ളൂ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങിക്കാൻ. അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഇന്ത്യയുടെ ഉൽപാദന ചെലവ് കുറവാണ്, മാത്രമല്ല ഡോളറിന്റെ മൂല്യം, പിന്നെ അമേരിക്കയ്ക്ക് എപ്പോഴും വലിയ ചെലവുള്ള ആയുധങ്ങളാണ് അമേരിക്ക ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ പല ഘടകങ്ങൾ. അപ്പൊ ഇസ്രായേലിന് ആയുധം വാങ്ങിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്കത് വാങ്ങിച്ചുകൂടാ എന്നൊരു ചോദ്യമുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അങ്ങനെ വിവിധ കാരണങ്ങളാൽ, അത് മാത്രമല്ല UAE എന്ന രാജ്യം ഇന്ത്യയുമായിട്ട് ഈ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് വളരെ അടുത്ത ബന്ധമാണ്. അപ്പോ അത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആയുധങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത് മണ്ടത്തരമാണ്. വിലക്കുറവും എഫിഷ്യൻസിയുമുള്ള ആയുധങ്ങൾ വെച്ചിട്ട് വേണ്ടെന്ന് വെക്കുന്നത് അത് സ്വയം കാണിക്കുന്ന, അത് ലഭ്യമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ എന്തിനാണ് അത് മാറ്റി വെക്കുന്നത്, വേണ്ടെന്ന് വെക്കുന്നത്? ഈ ഒരു ചിന്തയും പല രാജ്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, കിഴക്കൻ യൂറോപ്പില് ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് അർമീനിയ ഇന്ത്യയുടെ ആയുധങ്ങൾ വലിയ രീതിയിൽ വാങ്ങിച്ചിട്ടുണ്ട്. ആകാശ് മിസൈൽ സിസ്റ്റം അവരുടെ കയ്യിലുണ്ട്. സ്വാതി റഡാർ അവർ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ
പ്രളയ് എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈല്, ഷോർട്ട് ഡിസ്റ്റൻസ് ബാലിസ്റ്റിക് മിസൈൽ അവർ വാങ്ങിക്കാൻ പോവുകയാണ്. അങ്ങനെ നിരവധി ആയുധങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പുതിയ ആയുധങ്ങൾക്കായിട്ട് കരാർ ഒപ്പിടുന്നു. ഇന്ത്യയുടെ ബ്രഹ്മോസ് വാങ്ങിക്കാനായിട്ട് സൈപ്രസും ഗ്രീസും തയ്യാറെടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആയുധങ്ങളുടെ ഒരു വിശ്വാസ്യത ലോകത്തിന് മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ആയുധം സപ്ലൈ ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ സിസ്റ്റം ഇന്ത്യക്കുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ സപ്ലൈ ചെയിന് തീർച്ചയായിട്ടും ഒരു യുദ്ധം പോലുള്ള അവസരത്തിൽ അത് ഉൽപാദനം സ്കെയിലപ്പ് ചെയ്യാൻ ഉള്ള ശേഷി ഇന്ത്യക്കുണ്ട്, ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള. ഇങ്ങനെ പല കാരണങ്ങൾ കണക്കിലെടുക്കുമ്പോഴാണ് UAE ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മൊത്തത്തിൽ UAEയുടെ ഫോറിൻ പോളിസി തന്നെ ഒരുപാട് വ്യത്യാസപ്പെട്ടു. പാകിസ്ഥാനെ ആയിട്ടുള്ള സൗഹൃദം നിലനിർത്തുന്നുണ്ടെങ്കിൽ തന്നെ പഴയതുപോലെ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള സൗഹൃദം പാകിസ്ഥാനുമായിട്ട് അല്ലെങ്കിൽ ഓൾ ഔട്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇപ്പൊ UAEക്കില്ല. മാത്രവുമല്ല പാകിസ്ഥാൻ അങ്ങനെ നിരന്തരമായിട്ട് പണം കൊടുത്തുകൊണ്ടിരിക്കേണ്ട ബാധ്യതയൊന്നും UAEക്കില്ല എന്ന് UAE മനസ്സിലാക്കുന്നു. പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള ഒരു പ്രതിരോധ കരാർ വന്നപ്പോൾ അത് UAEയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് ഒട്ടും അനുകൂലമല്ല. കാരണം ഇപ്പം ദക്ഷിണ യമനിലെ യഥാർത്ഥത്തിൽ സൗദിയും UAEയും തമ്മിൽ ഉണ്ടായി സംഘർഷം ഉണ്ടായി. UAEയുടെ സൈന്യത്തെ അവിടുന്ന് പിൻവലിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് അവരുടെ തന്നെ പോളിസികളിൽ അവരുടെ ഈ ഗൾഫ് GCC രാജ്യങ്ങൾ തമ്മിലുള്ള ഒരുപാട് വിഷയങ്ങളിൽ അവരുടെ വ്യത്യസ്തമായ നിലപാടുകൾ, ആ വ്യത്യസ്തമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലൂടെയാണ് ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് അവർ മാറുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിൽ UAEയുടെ എണ്ണ ഇന്ത്യയിൽ റിസർവായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അത് ഇന്ത്യക്ക് തന്നെ അവർ വിൽക്കും. അത് മാത്രമല്ല ഇവിടുന്ന് ഇന്ത്യക്ക് ഒരു വാടക തന്നിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക്, അത് പ്രത്യേകിച്ചും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഈ വിശാഖപട്ടണത്തെ റിസർവോയർ സൂക്ഷിച്ചിരിക്കുന്ന ക്രൂഡാണ് അവിടെ നിന്നാണ് അവർ വിൽക്കുന്നത്. അപ്പൊ അങ്ങനെ പല മേഖലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇക്കണോമിക് പാർട്ണറാണ്. 128 ബില്യൺ US ഡോളറിന്റെ കച്ചവടമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത്. അപ്പോ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ആയുധങ്ങളുടെ കാര്യത്തിലും അവർ സഹകരിക്കുന്നതിൽ പ്രത്യേകിച്ച് വലിയ അതിശയമൊന്നുമില്ല. വളർന്നു വരുന്ന ഒരു ഇന്ത്യ UAE റിലേഷൻഷിപ്പിന്റെ ഭാഗം കൂടിയാണിത്. എന്തായാലും ശരി, ഇതൊരു ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് വലിയൊരു മുന്നേറ്റമായിരിക്കും. കാരണം ബ്രഹ്മോസ് മാത്രമല്ല മറ്റ് ആയുധങ്ങൾക്കും ലോകത്തിൽ ഇപ്പോ സ്വീകാര്യതയുണ്ട്. ബ്രഹ്മോസിന്റെ ടെക്നോളജി റഷ്യയുടേതാണ്. റഷ്യ ഇത് വാങ്ങാൻ തയ്യാറല്ലായിരുന്നു. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ ഇന്ത്യയും റഷ്യയും ചേർന്നാണ് ഈ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ചതെങ്കിലും ഈ ബ്രഹ്മോസ് മിസൈൽ റഷ്യ വാങ്ങിച്ചിരുന്നില്ല. കാരണം P-800 ഒനിക്സ് എന്ന് പറയുന്ന മിസൈലിന്റെ ടെക്നോളജിയാണിത്. പക്ഷെ പിന്നീട് ഇപ്പോ റഷ്യ ഇത് വാങ്ങിക്കാൻ താല്പര്യപ്പെട്ടു. റഷ്യയുടെ കപ്പലുകളിൽ ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ആലോചന. അതിന്റെ കാരണം ഈ റഷ്യയുടെ ടെക്നോളജിയിലാണ് ഇത് നിർമ്മിച്ചത്. സംഭവം ശരിയാണ്. പ്രൊപ്പല്ലന്റും ഒക്കെ റാംജെറ്റ് എഞ്ചിനും ഒക്കെ റഷ്യയുടെ തന്നെയാണ്. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ ചില ഘടകങ്ങളുണ്ട്. സെൻസറുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, അത് ഇന്ത്യയുടെ സ്വന്തമാണ്. ഒരുപക്ഷെ ഇസ്രായേലിന്റെ ടെക്നോളജി ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാകാം. എന്തായാലും ശരി, അത് കാരണം റഷ്യയുടെ ഒനിക്സിനേക്കാൾ എത്രയോ കൃത്യത ഉള്ള ഒരു മിസൈലായിട്ട് ഇന്ത്യ അത് മാറ്റിയെടുത്തു. ഇപ്പൊ റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ ഒരു വാർ ഡോക്ട്രൈനിൽ പ്രിസിഷൻ അല്ലെങ്കിൽ ഗൈഡഡ് ഇത് അത്ര വലിയ പ്രാധാന്യമില്ലായിരുന്നു. പ്രിസിഷൻ സ്ട്രൈക്ക് പാശ്ചാത്യ രാജ്യങ്ങളാണ്. ഇസ്രായേലാണ് പ്രത്യേകിച്ച് പ്രിസിഷൻ സ്ട്രൈക്കില്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സ്ഫോടക ശേഷിയുള്ള വേഗതയുള്ള ആയുധങ്ങൾ, അതാണ് അതുകൊണ്ടാണ് റഷ്യക്ക് ഈ സൂപ്പർസോണിക് മിസൈലും ഹൈപ്പർസോണിക് മിസൈലും ഒക്കെ അമേരിക്കയേക്കാൾ മുന്നിലാണ് റഷ്യ. പക്ഷേ പ്രിസിഷൻ അല്ലെ ഗൈഡഡ് മിസൈലുകൾ വളരെ കുറവാണ് റഷ്യക്ക്. അതല്ലായിരുന്നു അവരുടെ യുദ്ധതന്ത്രം. പക്ഷെ ഇപ്പൊ അവർ തിരിച്ചറിയുന്നു ഈ പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺസ് ആധുനിക യുദ്ധത്തില് അതിന് വലിയൊരു റോൾ ഉണ്ടെന്നുള്ളത് അവർ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവ് കൂടിയാകണം. ഒനിക്സിന്റെ ടെക്നോളജിയാണ് ബ്രഹ്മോസിനെങ്കിലും ബ്രഹ്മോസ് ഒനിക്സ് അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് റഷ്യക്കുണ്ടായി. അപ്പോ റഷ്യ പോലും വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി മറ്റൊരു രാജ്യത്തിനും സംശയിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇത് ഇന്ത്യ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയുള്ള ഒരു പ്രശ്നം. എന്തായാലും ശരി, പ്രതിരോധ വ്യവസായത്തിനെ സംബന്ധിച്ചിടത്തോളം
ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.